ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗം എന്റെ സിംഹാസന, ഭൂമി എന്റെ പാദപീഠമെന്ന് അരുളി ചെയ്യുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലേക്കും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ദൈവവചനത്തിൽ ഉറപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ ദിവസങ്ങൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ സന്ദേശങ്ങളാണ്. ജൂൺ മാസം 1 മുതൽ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്, അതിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ നീളം, ആഴം, വണ്ണം, പൊക്കം, അതിനെക്കുറിച്ചുള്ള പല മെസ്സേജുകൾ നമുക്ക് കേൾക്കുവാൻ സ്വർഗം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിലും അതുപോലത്തെ നല്ലൊരു മെസ്സേജുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിൽ ദൈവം എനിക്കും തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സുപരിചിതമായ 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ വചനം ഇപ്പോൾ തന്നെ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ ശക്തി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സകല നാഡീ ഞരമ്പുകളിലേക്കും ചലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രോഗികളായി കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ക്യാൻസർ ബാധിച്ചവരുണ്ടെങ്കിൽ, ക്ഷയരോഗ ബാധിതരായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹാർട്ട് സംബന്ധമായ അസുഖമുള്ളവരുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ബലഹീനതകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വചനം ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ വ്യക്തമായി തുടക്കവാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം എന്ന് വെച്ചാൽ ഇവിടെ വളരെ വ്യക്തമായി പൗലോസും തിമോത്തിയോസും ഒക്കെ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു. ഇവിടെ ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. എങ്ങനെ കേട്ടു? ദൈവത്തിന്റെ വചനമായിട്ട് കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല നിങ്ങൾ കേട്ടത്, സാക്ഷാൽ ദൈവത്തിന്റെ വചനമായിട്ടാ. ദൈവവചനം അത് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്ക് സ്ഥിരമായിരിക്കുന്നതും ഉറപ്പുള്ളതുമാണ് വചനം. ഈ ലോകത്തിൽ എന്തൊക്കെ മാറിയാലും, ഈ ലോകത്തിൽ ഏതൊക്കെ സംവിധാനങ്ങൾ മാറിയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, ദൈവത്തിന് മാറ്റമില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിന്റെ തിരുവെഴുത്ത് നിങ്ങൾ കേട്ടു. അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടു. ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൈവവചനം നിങ്ങളെ വിടുവിക്കാൻ ശക്തിയുള്ള ദൈവവചനമാണ്. നിങ്ങളുടെ പ്രയാസങ്ങളെയും നിങ്ങളുടെ പ്രതിസന്ധികളെയും നിങ്ങളുടെ പ്രതികൂലങ്ങളെയും മാറ്റുവാൻ തക്ക നിലവാരത്തിലുള്ളതാണ് ഈ ദൈവത്തിന്റെ വചനം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഒരു ആമേൻ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും അവസ്ഥകൾ നീ മുടങ്ങിക്കിടക്കുന്ന മേഖലകളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യവന തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ വചനത്തിന്റെ ശക്തിയെ ഞാൻ പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ. ആ വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ ഞാൻ പറഞ്ഞു വിടുകയാണ്. പേനയ്ക്കകത്ത് മഷി നിറയുന്നത് പോലെ നിന്റെ സന്ധിവച്ചകളിലും നിന്റെ ഞരമ്പുകളിലും ഈ വചനം ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്നലെ കേട്ട് തഴപ്പിച്ചതല്ല, ഇന്ന് കേൾക്കുന്ന ഈ വചനം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കൊണ്ടുവരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ദൈവത്തെ അതുകൊണ്ട് ഇടപെടാതെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനമായിട്ട് വന്നതുകൊണ്ട് അതിലെന്തുണ്ട്? സ്തുതിയുണ്ട്, അതിൽ വിശ്വാസമുണ്ട്, അതിലെന്തുണ്ട്? ദൈവത്തിന്റെ വ്യാപാര ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് എന്ത് ചെയ്യുന്നു? അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹോദരന്മാരെ, അത് നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? ഈ കേട്ട വചനങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ കേട്ട വചനങ്ങൾ എന്റെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും അത്ഭുതങ്ങളും കൊണ്ടുവരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ പറഞ്ഞാട്ടെ. എന്റെ സഹോദര സഹോദരി കൂടപ്പിറപ്പ് അഭിഷിക്തന്മാരെ, നിങ്ങൾ ആരുമായിക്കോട്ടെ ഈ കേട്ട വചനത്തിൽ നിങ്ങളൊന്ന് പ്രതികരിച്ചാൽ, ഈ കേട്ട വചനത്തിൽ നിങ്ങളൊന്ന് കൈകൊടുത്താൽ, ഈ കേട്ട വചനത്തെ നിങ്ങളൊന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ച് സ്വായത്തമാക്കിയാൽ, ഇതിനു വേണ്ടി നിങ്ങളൊന്ന് ചെലവിട്ടാൽ, ഒന്ന് വില കൊടുത്താൽ, അത്ഭുതങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അതിനായിട്ട് ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ നിറയ്ക്കട്ടെ. നിറവിന്റെ മകുടമായ നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള സകല അനുഗ്രഹങ്ങളും വചനത്താൽ ഞാൻ നിങ്ങളിലേക്ക് പകർന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. God bless you. Jesus loves you. God be with you.